ഹായ് മൈ ഡിയർ സ്റ്റുഡൻസ്, എൻ്റെ പേര് അക്ഷയ്. CMA ഇൻ്റർമീഡിയറ്റ് അതുപോലെ തന്നെ ഫൈനൽ എക്സാമിൻ്റെ അഡ്മിറ്റ് കാർഡ് ഇന്നലെ റിലീസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതുവരെ ഡൗൺലോഡ് ചെയ്യാത്തവർ എന്ത് ചെയ്യുക, എത്രയും വേഗം ആ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അഡ്മിറ്റ് കാർഡിൽ നമ്മുടെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതായത് ഹൈലൈറ്റ് ആയിട്ട് കുറച്ച് പോയിന്റ്സ് ഉണ്ട്, നമുക്കത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇൻസ്ട്രക്ഷൻസ് പറയുന്നത് പാർട്ട് എ പോർഷൻ, അവിടെ വരുന്നത് റോൾ നമ്പർ, നമ്മുടെ റോൾ നമ്പർ, അതുപോലെ തന്നെ സബ്ജക്റ്റിൻ്റെ കോഡ്, മീഡിയം ഓഫ് എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇംഗ്ലീഷിലാണോ അതോ ഹിന്ദിയിലാണോ എക്സാം എഴുതുന്നത് എന്നുള്ള രീതിയിൽ മെൻഷൻ ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ ഇൻ അപ്രോപ്രിയേറ്റ് പ്ലേസ്, റോൾ നമ്പർ സ്റ്റിക്കർ. ഓക്കെ, നമുക്ക് ആ പാർട്ട് എയിലേക്ക് പോവാം. ഇതാണ് നമ്മുടെ പാർട്ട് എ വരുന്നത്, നമ്മുടെ ആൻസർ ഷീറ്റിൻ്റെ പാർട്ട് എ വരുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ ഇത് കണ്ടോ, ഇവിടെ എന്ത് ചെയ്യുക, ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ എഴുതുക. ഇപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ആണെങ്കിൽ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് വരുന്ന എപ്പോഴാണ്, 12-ാം തീയതി അല്ലേ. 10-ാം തീയതി നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യും, 12-ാം തീയതി ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 12-ാം തീയതി വരുവാണെങ്കിൽ ഡേറ്റ് എന്ത് ചെയ്യുക, 12-ാം തീയതി എഴുതുക. 1, 2. ഓക്കെ, മന്ത് എത്രയാ, ഡിസംബർ ആയതുകൊണ്ട് 12. ഇനി ഇയർ എത്രയാണ് വരിക, 24. ഓക്കെ, ഇനി മീഡിയം നമ്മൾ ഏതാ, ഇംഗ്ലീഷ് കൊടുക്കുക. ഓക്കെ, ഹിന്ദി ഉള്ളവർ എന്ത് ചെയ്യുക, ഹിന്ദി മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്ജക്ട് കോഡ്, ഇപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ആകുമ്പോൾ സബ്ജക്ട് കോഡ് എത്രയാണ് വരിക, 06 അല്ലേ. അപ്പോൾ 0 അതുപോലെ തന്നെ 6, എന്നിട്ട് എന്ത് ചെയ്യുക, എഴുതുക 06. ഇനി എന്ത് ചെയ്യുക, റോൾ നമ്പർ. ഇപ്പോൾ റോൾ നമ്പർ ഫോർ എക്സാമ്പിൾ എൻ്റെ 216419 ആണെന്ന് വിചാരിക്കുക റോൾ നമ്പർ. ഓക്കെ, അങ്ങനെ എഴുതിയിട്ട് എന്ത് ചെയ്യുക, അത് താഴെ മാർക്ക് ചെയ്യുക 216419. ഓക്കെ, ഇങ്ങനെ മാർക്ക് ചെയ്തിടാം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, റോൾ നമ്പർ ഇൻ വേർഡ്സ്, ആ വേർഡ്സ് 2146 അതായത് ലൈക്ക് ഇങ്ങനെ 21 അങ്ങനെ വേർഡ്സിലേക്ക് എഴുതുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, ഗ്രൂപ്പ് മെൻഷൻ ചെയ്യുക. ഇപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പ് എഴുതുന്നവർ എന്ത് ചെയ്യുക, ഫസ്റ്റ് എന്ന് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, അതുപോലെ തന്നെ സെക്കൻഡ് ഉള്ളവർ എന്ത് ചെയ്യുക, സെക്കൻഡ് ഗ്രൂപ്പ് എന്ന് കൊടുക്കാം. ബോത്ത് എഴുതുന്നവർ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് എന്നുള്ള രീതിയിൽ കൊടുക്കാം. ഓക്കെ, ഫൈൻ. പിന്നെ നമ്മുടെ എന്താ സബ്ജക്ട് നെയിം, ഇപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ആണെങ്കിൽ എന്ത് ചെയ്യുക, ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് സബ്ജക്ട് നെയിം എടുത്ത് എഴുതുക, ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് അല്ലെ, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് എഴുതുക. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമ്പർ ഓഫ് അഡീഷണൽ സീറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ മെൻഷൻ ചെയ്യുക. ഓക്കെ, ഇത്രയുമാണ് നമ്മുടെ എന്ത് വരിക, പാർട്ട് എയിലേക്ക് വരിക. ഓക്കെ, ഇനി ഏതാ പാർട്ട് ബി. പാർട്ട് ബിയിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ MCQ ടൈപ്പ്. അപ്പം നമുക്ക് June 24 കുറേ പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടായ ഏരിയയാണ് MCQയിൽ അല്ലേ. മിക്കവർക്കും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, അതായത് ലൈക്ക് A or B or C or D അങ്ങനെ ഓപ്ഷൻസ് മാത്രം എഴുതിയാൽ മതിയോ, അല്ലെങ്കിൽ അതിൻ്റെ വർക്കിങ്സ് കാണിക്കണോ, അങ്ങനെ കുറേ ഡൗട്ട്സ് നമുക്ക് June 24 എക്സാമിന് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ സ്റ്റുഡൻസിന് അതിൻ്റെ ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടായിരിക്കാം മേ ബി ഇത്തവണ അങ്ങനെ ഓപ്ഷൻസ് എഴുതുന്നത് മാറ്റി അവരെന്താക്കി, ഒരു OMR ഷീറ്റായിട്ട് മാറ്റി. അതായത് നമുക്കിവിടെ കാണാം, ഇതാണ് നമ്മുടെ OMR ഷീറ്റ് വരിക. 15 ക്വസ്റ്റ്യൻസ് ആണ് MCQs ഉള്ളത്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ എത്രയാണ്, നേരത്തെ ഉള്ള പാറ്റേൺ പോലെ തന്നെ 2 മാർക്ക് വെച്ചിട്ടാണ് ഓരോ ക്വസ്റ്റ്യൻസിനുള്ളത്. ഓക്കെ, അപ്പോൾ 15 ക്വസ്റ്റ്യൻസിൽ 30 മാർക്ക്. ഓക്കെ, അത് ഫുൾ അറ്റൻഡ് ചെയ്യുക. അതിൽ നമ്മൾ ആൻസർ ഷീറ്റിലേക്ക് ABCD എന്ന് എടുത്ത് എഴുതാതെ എന്ത് ചെയ്യുക, OMR ഷീറ്റിൽ തന്നെ മാർക്ക് ചെയ്യുക. ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ C ആണെങ്കിൽ എന്ത് ചെയ്യുക, C മാർക്ക് ചെയ്യുക. ഓക്കെ, ഫൈൻ. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ B ആയിട്ട് മാർക്ക് ചെയ്ത്. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ ഞാൻ എഴുതിയപ്പോൾ എന്താ, D എഴുതി. ഓക്കെ, D എഴുതി കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു അയ്യോ D അല്ല A ആയിരുന്നു എന്ന് തോന്നുവാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, ഓക്കെ D എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് A എഴുതിയാൽ എന്ത് ചെയ്യും, ഒറ്റ മാർക്കും ഇവിടെ കിട്ടാൻ പോകുന്നില്ല. ഓക്കെ, അവർ സ്പെസിഫിക് ആയിട്ട് ഇവിടെ പറയുന്നുണ്ട്, പാർട്ട് ബിയുടെ പോർഷനിൽ പറയുന്നുണ്ട്. ഓക്കെ, ഡാർക്കനിങ് ഓഫ് ബബിൾ മോർ ദാൻ 1 for an answer will lead to the cancellation of the answer and 0 mark will be awarded. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, സൂക്ഷിച്ച് ചെയ്യുക, മനസ്സിലാക്കിയിട്ട് എന്താണ് ഉറപ്പായതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, ബബിൾ ചെയ്യുക. ഒരു തവണ ബബിൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അതല്ല മറ്റൊന്നാണെന്ന് തോന്നുവാണെങ്കിൽ എഴുതാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. ആൻസർ ക്യാൻസൽ ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു തവണ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊന്നും മാർക്ക് ചെയ്യാതിരിക്കുക. ഓക്കെ, അതുപോലെ തന്നെ അവിടെ സിഗ്നേച്ചർ, പാർട്ട് ബിയിൽ സിഗ്നേച്ചർ ഏരിയയും വരുന്നുണ്ട്. നമ്മുടെ സിഗ്നേച്ചറും ഇവിടെ കാൻഡിഡേറ്റിൻ്റെ സിഗ്നേച്ചർ, അതുപോലെ തന്നെ ഇൻവിജിലേറ്റർ. പിന്നെ ഇവിടെ പറയുന്നുണ്ട് അവോയ്ഡ് റെഡ് പെൻ അവോയ്ഡ് ചെയ്യുക, നമ്മുടെ ബ്ലൂവോ അല്ലെങ്കിൽ ബ്ലാക്ക് ബോൾ പെന്നോ യൂസ് ചെയ്യുക. ഓക്കെ, ഇത്രയാണ് നമ്മുടെ പാർട്ട് ബിയിൽ. പിന്നെ കുറച്ച് കോമൺ പോയിന്റ്സ് പറയുന്നുണ്ട്. ദ ആൻസർ ഷുഡ് ബി റൈറ്റൻ ഐദർ ഇൻ ഇംഗ്ലീഷ് ഓർ ഹിന്ദി. ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി എന്താണ് നമുക്ക് എന്ത് ചെയ്യാം, ആൻസർ എഴുതാം. ഇൻ കേസ് ഏതെങ്കിലും ഒരു ലാംഗ്വേജിൽ എഴുതാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇംഗ്ലീഷ് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നീട് ഹിന്ദിയിലേക്ക് എഴുതാൻ പറ്റത്തില്ല. ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക, അത് ഫുള്ളായിട്ട് എഴുതുക. ഓക്കെ, അതുപോലെ തന്നെ കാൻഡിഡേറ്റ്സിന് അലോട്ട് ചെയ്ത സീറ്റിൽ തന്നെ ഇരിക്കുക എക്സാം ഹാളിൽ. ഇതൊക്കെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ എന്തെങ്കിലും എക്സംഷൻസ് ക്ലെയിം ചെയ്തിട്ടുള്ളവർ ക്ലെയിം ചെയ്തിട്ട് എന്ത് ചെയ്യുക, എക്സാമിന് പോകാതിരിക്കുക. ഇപ്പോൾ ലോ എക്സംഷൻ ഉള്ളവരുണ്ടാവും അല്ലേ, ബാക്കി ഇപ്പോൾ ജൂണിൽ എഴുതിയിട്ട് എക്സംഷൻ മേടിച്ചവരുണ്ടാവും. അപ്പോൾ ആ എക്സംഷൻ കിട്ടിയവർ എന്ത് ചെയ്യുക, എക്സാമിന് പോകാതിരുന്നാൽ മതി. ഓക്കെ, ഇൻ കേസ് എക്സാമിന് പോയാൽ എന്ത് ചെയ്യും, അത്
നമ്മുടെ മാർക്കിലേക്ക് ആഡ് ചെയ്യും. ഓക്കെ, എക്സംഷൻ ക്ലെയിം ചെയ്യണമെന്നുള്ളവർ ജസ്റ്റ് എക്സാമിന് പോവാതിരിക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ ഫൈൻ. ഓക്കെ, ഇത്രയുമാണ് മെയിൻ പോയിന്റ്. പിന്നെ കുറച്ച് ജനറൽ പോയിന്റ്സ് കാര്യങ്ങളുണ്ട്. നമ്മുടെ എക്സാമിനേഷൻ റൂൾസ് ആൻഡ് ഇൻസ്ട്രക്ഷൻ, നമ്മുടെ പേരും രജിസ്ട്രേഷൻ നമ്പർ റോൾ നമ്പർ ഒന്നും വേറെ എക്സാം ഷീറ്റിൻ്റെ വേറെ എവിടെയും അല്ലെ ആൻസർ ഷീറ്റിൻ്റെ വേറെ എവിടെയും മെൻഷൻ ചെയ്യാതിരിക്കുക. ഓക്കെ, അതുപോലെ തന്നെ എക്സാം തുടങ്ങുന്നതിന് 15 മിനിറ്റ് മുന്നേ മാത്രമാണ് എന്ത് ചെയ്യുക, നമ്മുടെ എക്സാം ഹോൾ ഓപ്പൺ ആവത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ലേറ്റായി മാക്സിമം നേരത്തെ വന്ന് നിൽക്കുക, ഓപ്പൺ ആവുമ്പോൾ തന്നെ മാക്സിമം കയറിയിരിക്കുക, ടെൻഷൻസ് കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. ഓക്കെ, ഹറിബറി ആവാതിരിക്കുക. ഫൈൻ. അതുപോലെ തന്നെ അവർ പ്രത്യേകം മെൻഷൻ ചെയ്യുന്നുണ്ട്, എക്സാം തുടങ്ങി 30 മിനിറ്റിന് ശേഷം വരുന്നവർ എന്ത് ചെയ്യത്തില്ല, എക്സാം ഹാളിൽ കയറ്റത്തില്ല. അതുപോലെ തന്നെ എക്സാം കഴിഞ്ഞ് 2 മണിക്കൂറത്തോളം നമ്മൾ എന്ത് ചെയ്യണം, അവിടെ വെയിറ്റ് ചെയ്യണം. നമ്മൾ നേരത്തെ കഴിഞ്ഞാലും 2 മണിക്കൂറത്തോളം വെയിറ്റ് ചെയ്യുക. ഓക്കെ, എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, അവരോട് നമുക്ക് പറഞ്ഞിട്ട് പോവാം. ഓക്കെ, അതുപോലെ തന്നെ ഈച്ച് കാൻഡിഡേറ്റ് മസ്റ്റ് പ്രൊഡ്യൂസ് ഹിസ് ഓർ ഹെർ, അതായത് നമ്മുടെ അഡ്മിറ്റ് കാർഡ്, എക്സാം ഹാളിൽ പോകുമ്പോൾ നമ്മുടെ അഡ്മിറ്റ് കാർഡ്, അതിൻ്റെ ഒപ്പം എന്ത് ചെയ്യുക, ആധാർ കാർഡോ വോട്ടേഴ്സ് ഐ ഡി അങ്ങനെ എന്തെങ്കിലും ഒരു ID കാർഡും കൂടി കൊണ്ടുപോകുക. ഇനി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ തന്നെ എന്തെങ്കിലും ID കാർഡ് ഉണ്ടെങ്കിൽ അതെടുക്കണമെങ്കിൽ അതെടുക്കാം. എന്തായാലും അഡ്മിറ്റ് കാർഡ് വേണം. അതിൻ്റെ ഒപ്പം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ID കാർഡ് ഉണ്ടെങ്കിൽ അത്, ഇതില്ല എന്നാണെങ്കിൽ ആധാർ കാർഡ്, വോട്ടേഴ്സ് ഐ ഡോ വേറെ എന്തെങ്കിലും ഒരു ID കാർഡ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടാതെ ഇനി വേറെ എന്തൊക്കെ കൊണ്ടുപോകാം നമുക്ക്, അതായത് ഇപ്പോൾ സ്റ്റേഷനറി ഐറ്റംസ്. ഓക്കെ, പെൻസിൽ, റൈസർ, അതേപോലെ സ്റ്റേഷനറി ഐറ്റംസ് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ കൊണ്ടുപോകാം. അതുപോലെ തന്നെ കാൽക്കുലേറ്റേഴ്സും കൊണ്ടുപോകാം. കാൽക്കുലേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ നോർമൽ കാൽക്കുലേറ്റേഴ്സ് ആയിരിക്കണം, സയൻറ്റിഫിക്കൊന്നോ അല്ലെങ്കിൽ പ്രോഗ്രാം കാൽക്കുലേറ്റേഴ്സ് ഒന്നും ആവരുത്, നോർമൽ നമ്മുടെ കാൽക്കുലേറ്റേഴ്സ് യൂസ് ചെയ്യാം. പിന്നെ എന്താ, ട്രാൻസ്പെറൻറ്റ്, ഇപ്പോൾ വാട്ടർ ബോട്ടിലെല്ലാം കിട്ടുന്നുണ്ടെങ്കിൽ അത് ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം. ഓക്കെ, മിക്ക എക്സാം ഹാളിലും അവർ നോർമലി ഡ്രിങ്കിങ് വാട്ടർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ചില എക്സാം ഹാളിലൊക്കെ. ഇൻ കേസ് പ്രൊവൈഡ് ചെയ്യാത്ത എക്സാംസ് ഉണ്ടാവാം. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആ ട്രാൻസ്പെറൻറ്റ് ബോട്ടിൽ, അതായത് വാട്ടർ ബോട്ടിൽ എടുക്കുന്നുണ്ടെങ്കിൽ അത് ട്രാൻസ്പെറൻറ്റ് ആവാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ബോർഡായാലും, ഇപ്പോൾ എക്സാമിനേഷൻ ബോർഡ്, ചിലവർ എക്സാമിനേഷൻ ബോർഡ് യൂസ് ചെയ്യുന്നുണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളവർ എന്ത് ചെയ്യുക, ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള ബോർഡ് യൂസ് ചെയ്യുക. അത് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, എക്സാം ഹോളിൻ്റെ അകത്തേക്ക് അവർ കയറ്റത്തുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ റിസ്റ്റ് വാച്ച്. ഓക്കെ, വാച്ച് യൂസ് ചെയ്യണവർ, എക്സാമിന് വാച്ച് യൂസ് ചെയ്യണവരില്ല, നമ്മുടെ സ്മാർട്ട് വാച്ച് ഒന്നും അവിടെ അലോഡ് അല്ല, നോർമൽ വാച്ച്. ഓക്കെ, അതായത് നമ്മുടെ ടൈമും ഡേയും മെൻഷൻ അത് മാത്രം കാണാൻ പറ്റിയ രീതിയിലുള്ള വാച്ചസ് ആയിരിക്കണം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഓക്കെ, നമ്മുടെ ടൈമിങ്സ് വരുന്നത്, ഫൈനൽ എക്സാമിൻ്റെ ടൈമിങ്സ് വരുന്നത് 9:45 to 10 ആയിരിക്കും നമ്മുടെ റീഡിങ്, അതായത് കൂൾ ഓഫ് ടൈം എന്ന് പറയുക. ആ 15 minutes എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റീഡ് ചെയ്യാൻ യൂസ് ചെയ്യുക. എന്നിട്ട് 10 to 1 ആയിരിക്കും നമ്മുടെ എക്സാം ടൈം വരുന്നത്, 3 hours. ഓക്കെ, ഇൻ്റർമീഡിയറ്റ് സ്റ്റേജിലേക്ക് വരുമ്പോൾ എന്താ 50 minutes കൂൾ ഓഫ് ടൈം വരുന്നത്. 1:45 to 2 PM 2 മണിക്ക് എന്ത് ചെയ്യാം, എക്സാംസ് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ബാക്കിയുള്ളതൊക്കെ ഒരു ഓൾമോസ്റ്റ് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. യൂണിഫോമിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക, സ്റ്റുഡൻറ്റ് ഐഡൻറ്റിറ്റി കാർഡിൻ്റെ കേസ് ഓൾറെഡി പറഞ്ഞ്, പിന്നെ അതുപോലെ തന്നെ ടൈമിങ്ങിൻ്റെ കേസും പറഞ്ഞ്, നമ്മൾ ഹാഫ് അവർ എക്സാം തുടങ്ങി ഹാഫ് അവറിനുള്ളിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, കയറിയിട്ടുണ്ടാവണം. ഹാഫ് അവറിന് ശേഷം നമ്മൾ എന്ത് ചെയ്യത്തില്ല, എക്സാം ഹോളിൻ്റെ ഉള്ളിലേക്ക് കയറ്റത്തില്ല. ഉള്ള കോമൺ പോയിൻറ്റ്സ് കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, പിന്നെ ഫോൺസ്, നോട്ട്സ് കാര്യങ്ങളൊന്നും എക്സാം ഹോളിൻ്റെ ഉള്ളിലേക്ക് കയറ്റാനായിട്ട് സാധിക്കത്തില്ല. പിന്നെ പാർട്ട് ബി പോർഷൻസ് കവർ പേജ് MCQ ടൈപ്പിൻ്റെ നമ്മൾ എങ്ങനെയാണെന്ന് ഡിസ്കസ് ചെയ്ത് ഫസ്റ്റ് 15 questions 30 മാർക്കിനായിരിക്കും. ഓക്കെ, ആൻസർ മസ്റ്റ് ബി ബബിൾ ചെയ്താൽ മതി. നമ്മൾ നേരത്തെ കാണിച്ച പോലെ ബബിൾ ചെയ്താൽ മതി. അത് എന്തിലായിരിക്കണം, ബ്ലൂ ഓർ ബ്ലാക്ക് പെന്നിലായിരിക്കണം. ഓക്കെ, അത് രണ്ടുപേർക്കും അങ്ങനെ തന്നെ, ഇൻ്റർമീഡിയറ്റ് ആയാലും ഫൈനൽ എക്സാമിനായാലും. ഓക്കെ, പിന്നെ എന്നിട്ട് എന്ത് പറയുന്നുണ്ട്, ആൻഡ് ലോങ് ടൈപ്പ് ആൻസർ ടു ക്വസ്റ്റ്യൻ ഷാൽ ബി റിട്ടേൺ ഇൻ ദ ആൻസർ ബുക്ക് പേജ് നമ്പർ 3. ഓക്കെ, പേജ് നമ്പർ 3, ഫസ്റ്റ് പേജ് നമ്മൾ കണ്ട്, പാർട്ട് A പാർട്ട് B കണ്ട്, പേജ് നമ്പർ 3 മുതലായിരിക്കണം എന്ത് ചെയ്യും, ലോങ് ആൻസർ ഷീറ്റ്സ് അല്ലേ, വലിയ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്ത് തുടങ്ങാനായിട്ട്. അതുപോലെ തന്നെ ലോങ് ആൻസേഴ്സ് എഴുതുമ്പോൾ എന്ത് ചെയ്യാം, ബോത്ത് സൈഡ്സ്, രണ്ട് സൈഡിലും എന്ത് ചെയ്യുക, ആൻസർ എഴുതുക. ഒരു സൈഡ് മാത്രം എഴുതാതെ 2 സൈഡും ആൻസർ എഴുതുക. അപ്പോൾ എന്താ സർ, 2 സൈഡ് എഴുതാതെ ഒരു സൈഡ് എഴുതിയ പ്രശ്നം അവർ പറയുന്നുണ്ട്. അങ്ങനെ ഒരു സൈഡ് മാത്രം എഴുതിയവർക്ക് എന്ത് ചെയ്യത്തില്ല, അഡീഷണൽ ഷീറ്റ് എന്ത് ചെയ്യില്ല, പ്രൊവൈഡ് ചെയ്യത്തില്ല. ഓക്കെ, അത്രയുമാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ നമ്മൾ ആൻസർ ഷീറ്റ്, ഇപ്പോൾ ലോങ് ആൻസേഴ്സ് എഴുതുവാണെങ്കിൽ, ഇപ്പോൾ 2A ലോങ് ആൻസേഴ്സ് എഴുതുമ്പോൾ ഒരു ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് എന്തായാലും നമ്മൾ MCQ മാറ്റി വെച്ച്, ഓക്കെ, ലോങ് ആൻസേഴ്സിലേക്ക് വരുമ്പോൾ നമുക്ക് Aയും Bയും അറിയാവുന്ന എന്ത് ചെയ്യുക, ആദ്യം അറ്റൻഡ് ചെയ്യുക. അല്ലാണ്ട് ഇപ്പോൾ 2 തന്നെ പോയി ആദ്യം അറ്റൻഡ് ചെയ്യാൻ നിൽക്കരുത്. എന്ത് ചെയ്യുക, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് 4ാമത്തെ ക്വസ്റ്റിൻ്റെ Aയും അറിയാം, 4ാമത്തെ ക്വസ്റ്റിൻ്റെ Bയും അറിയാം. അപ്പോൾ അതുപോലെ തന്നെ 5ാമത്തെ ക്വസ്റ്റിൻ്റെ Aയും അറിയാം, 5Bയും അറിയാം. ബട്ട് 2ാമത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ എനിക്ക് A മാത്രമേ അറിയുള്ളൂ, എന്തറിയില്ല, B കുറച്ചറിയുള്ളൂ, കൺഫേം ആയിട്ട് വലിയൊരു ഐഡിയ ഇല്ല. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, 4A ആദ്യം എഴുതുക. ഓക്കെ, ഫസ്റ്റ് ഈ പേജിൽ എന്ത് ചെയ്യുക, 4A എഴുതുക. ഓക്കെ, ഈ പേജിൽ 4A എഴുതുക. ഓക്കെ, എഴുതി നെക്സ്റ്റ് പേജ്. അപ്പോൾ ഇത്രയും വെച്ച് തീർന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് പേജിൽ എന്ത് ചെയ്യുക, 4B സ്റ്റാർട്ട് ചെയ്യുക.
ഓക്കെ ഫൈൻ. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് എയും ബിയും അറിയാവുന്നത് മാക്സിമം ഫസ്റ്റ് തന്നെ എഴുതാം. ഓക്കെ, എന്നിട്ട് ബാക്കിയുള്ളതിലേക്ക് പോവാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അങ്ങനെ 4A 4B എഴുതി. നെക്സ്റ്റ് എന്ത് ചെയ്യുക, 5A 5B എഴുതാം. ഓക്കെ, അതിനുശേഷം 2A എനിക്കറിയാം അല്ലേ, 2A എനിക്കറിയാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക, ഈ പേജിൽ 2A വിശദമാക്കി എഴുതി. ഇനി എനിക്ക് 2B അറിയത്തില്ല. ബട്ട് എന്തറിയാം, 3B അറിയാം. 3A എനിക്കറിയത്തില്ല. ഓക്കെ, എന്താണ് 2A അറിയാം, 2B അറിയത്തില്ല. 3A അറിയത്തില്ല, ബട്ട് എന്തറിയാം 3B അറിയാം. അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷനില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം, 2A കഴിഞ്ഞിട്ട് 3B എഴുതാൻ പോകാമെന്ന് വിചാരിക്കും. ഓക്കെ, 3B എഴുതാൻ പോകാമെന്ന് വിചാരിക്കും. അപ്പോൾ ഇങ്ങനെ എഴുതുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2B അറിയില്ലെങ്കിലും 2Bക്കുള്ള സ്പേസ് വിടുക. 2A എഴുതി കഴിഞ്ഞിട്ട് 2Bക്കുള്ള സ്പേസ് വിടുക. എന്നിട്ട് എന്ത് ചെയ്യുക, 3Aൻ്റെ സ്പേസ് വിട്ടിട്ട് 3B എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യുക. ഓക്കെ, 3B അറ്റൻഡ് ചെയ്യുക. എന്നിട്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം 2Bയുടെ എന്തെങ്കിലുമൊക്കെ അറിയാമെങ്കിൽ അവിടെ എഴുതി വെക്കുക. അതുപോലെ തന്നെ 3Aൻ്റെ എന്തെങ്കിലും അറിയാമെങ്കിൽ അവിടെ എഴുതി വെക്കുക. അപ്പോൾ ഇങ്ങനെ കറക്റ്റായിട്ട് ഓർഡറിൽ എഴുതി പോകാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ 2A എഴുതി കഴിഞ്ഞാൽ 2Bയിലേക്കുള്ള അറിയില്ലെങ്കിൽ സ്പേസ് വിടുക. എന്നിട്ട് പിന്നീട് ബാക്കിയുള്ള എഴുതി കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ എഴുതാൻ പറ്റുമെന്ന് ശ്രമിക്കുക. ഓക്കെ, അല്ലാണ്ട് ഇപ്പോൾ 2A കഴിഞ്ഞ് 3B അങ്ങനെ എഴുതാതിരിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഓക്കെ, അത് ഇൻസ്ട്രക്ഷനിലല്ല, ജസ്റ്റ് കോമൺ ആയിട്ട് പറഞ്ഞൊരു കാര്യമാണ്. ഓക്കെ, അങ്ങനെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പറയുന്നുണ്ട്. ബാക്കിയുള്ളതൊക്കെ കോമൺ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ അഡ്മിറ്റ് കാർഡിൽ ഇൻസ്ട്രക്ഷൻസ് ആയിട്ട് വരിക. എല്ലാവരും നല്ല രീതിക്ക് പഠിക്കുക. ഇനിയിപ്പോൾ ഒരാഴ്ചയും കൂടി ഉള്ളേ ഉള്ളൂ. ഓക്കെ, ഇനി 1 വീക്കും കൂടി ഉള്ളൂ. മാക്സിമം എല്ലാവരും എഫേർട്ട് ഇടുക. നിങ്ങളുടെ എഫേർട്ടിൻ്റെ റിസൾട്ട്സ് എന്തായാലും നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. ഓക്കെ, മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യുക 1 വീക്കിൽ. ഓക്കെ, ബട്ട് നിങ്ങളുടെ ഉറക്കവും അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ബോത്ത് ഗ്രൂപ്പ് എഴുതുന്നവരൊക്കെ ഉറക്കം അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. ഇപ്പോൾ 6 hours എങ്കിലും ഉറങ്ങാൻ ശ്രമിക്കുക. കാരണം കണ്ടിന്യൂസ് എക്സാം ആയതുകൊണ്ട് നമ്മൾ ടയേർഡ് ആവാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ 6 hours മാക്സിമം ഉറക്കം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, പഠിത്തത്തെ കോൺസെൻട്രേറ്റ് ചെയ്യുക. അതായത് എക്സാംസ് വരുമ്പോൾ 8 ദിവസം അടുപ്പിച്ച എക്സാംസ് ആണ്, ടെൻഷൻ ആവാതെ കൂളായിട്ട് എക്സാംസിന് പോവുക. സിംഗിൾ ഗ്രൂപ്പ് ആയാലും അതുപോലെ തന്നെ ബോത്ത് ഗ്രൂപ്പ് ആയാലും. ഈ ഡിസംബറിൽ തന്നെ നിങ്ങൾക്ക് ഇന്റർമീഡിയറ്റ് അല്ലെങ്കിൽ ഫൈനൽ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റട്ടെ. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. നന്നായിട്ട് എക്സാം എഴുതുക.